അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അമേരിക്കയോട് ചോദിക്കുന്നു, നിങ്ങൾ ഏതു പക്ഷത്തോടൊപ്പമാണ്? നിങ്ങൾ വ്യാപാരത്തിന് വേണ്ടി താൽക്കാലികമായി മാത്രമേ ഓരോ രാജ്യങ്ങളെയും സൗഹൃദത്തോടെ കാണുകയുള്ളൂ. അറബ് രാജ്യങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാനും നിങ്ങളുടെ സൈനിക വിന്യാസത്തിനും വേണ്ടിയുള്ള വെറുമൊരു സൗഹൃദം മാത്രമാണെങ്കിൽ അത് അവസാനിപ്പിച്ചോളൂ എന്നൊരു താക്കീത് സൗദിയും ഖത്തറുമൊക്കെ നൽകുന്ന രീതിയിലേക്ക് പോവുകയാണ്. ഇതൊരു പക്ഷേ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകും. ഇസ്രായേലുമായുള്ള പല കാര്യങ്ങളിലും അമേരിക്കയുടെ എതിർപ്പ് ഇപ്പോൾ പരസ്യമായി വരികയാണ്. അമേരിക്ക നേരത്തെ എടുത്ത നിലപാട് പോലെയല്ല ട്രംപ് ഇസ്രായേലി പാർലമെന്റിൽ ചെന്ന് പ്രസംഗിച്ചത്. ഇസ്രായേൽ ചരിത്രപരമായ നീക്കമാണ് പലസ്തീനിൽ നടത്തിയത് എന്നൊക്കെയാണ്. എന്നാൽ ഇപ്പോൾ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിയമലംഘനം ഉണ്ടായിരിക്കുന്നു. ഇസ്രായേൽ നടത്തുന്നത് ശരിയായ നിലപാടല്ല എന്ന് അറബ് രാജ്യങ്ങൾ അമേരിക്കയോട് പറയുമ്പോൾ അമേരിക്കയ്ക്ക് വെറുതെ നോക്കിയിരിക്കാൻ കഴിയില്ല. ഉത്തരം പറഞ്ഞ് മതിയാവുകയുള്ളൂ. അല്ലെങ്കിൽ ഇതിന് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് പറഞ്ഞ് ഏറ്റെടുക്കാൻ തയ്യാറാവുക. ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് പറയുക. ഞങ്ങൾക്ക് മറ്റു വഴികളുണ്ട് എന്ന് അറബ് രാജ്യങ്ങൾ പറയുകയാണ്. ഇതാണ് അമേരിക്കയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തിയിരിക്കുന്ന കാര്യം. അമേരിക്ക ഇതിനു മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിൽ ശരിക്കും പെട്ടിരിക്കുകയാണ്. കാരണം അവർക്ക് നന്നായി അറിയാം, അറബ് രാജ്യങ്ങളുടെ പിന്തുണയില്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് കാര്യമായി ഒരു നീക്കവും നടത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ റഷ്യ അവിടേക്ക് ഒരു വലിയ നിക്ഷേപവും ഒരു വലിയ സൈനിക വിന്യാസവും കൊണ്ടുവരാനുള്ള ശ്രമം തുടങ്ങിയാൽ അമേരിക്കയ്ക്ക് ഏഷ്യയിൽ വലിയ രീതിയിലുള്ള നഷ്ടങ്ങളുണ്ടാകും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏഷ്യയിലെ മൊത്തം വ്യാപാരം വെച്ചവസാനിപ്പിക്കേണ്ട സാഹചര്യമുണ്ടാകും. അത് വലിയൊരു തിരിച്ചടിയാകും. ജനസംഖ്യയുടെ കാര്യത്തിൽ മറ്റേത് ഭൂഖണ്ഡത്തെക്കാളും നമുക്കറിയാം മിഡിൽ ഈസ്റ്റിലും ഏഷ്യൻ ഭൂഖണ്ഡത്തിലുമുള്ള ജനസാന്ദ്രത. ഇവിടുത്തെ വാണിജ്യമെന്നുള്ളത് ഏതൊരു രാജ്യത്തിനും സ്വപ്ന പദ്ധതിയാണ്. എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെയാണ് റഷ്യയെ തളർത്താൻ US പരക്കം പാഞ്ഞ് നടക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിനിടയിൽ ഇത്തരത്തിലുള്ള കൃത്യമായ നിലപാടുമായി അറബ് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നാൽ അത് പല വ്യാഖ്യാനങ്ങൾക്കും കാരണമാകും. അമേരിക്കയ്ക്ക് ഇസ്രായേലിനോട് വിരോധമുണ്ടായിട്ടല്ല, മറിച്ച് ഇസ്രായേലുമായുള്ള ചില കാര്യങ്ങളിൽ അമേരിക്ക പരസ്യമായി എതിർപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹമാസിനെ ആക്രമിക്കാനെന്ന രീതിയിൽ ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്നത് ശരിയായ നിലപാടല്ല എന്ന് വാഷിംഗ്ടൺ പോസ്റ്റിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്.